ഹലോ, നമ്മൾ ഇന്നൊരു ഹെൽത്തി റെസിപ്പി ആയിട്ടാട്ടോ വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി അവൽ ഓട്സ് ലഡു അല്ലെങ്കിൽ ഓട്സ് അവൽ ഉണ്ട എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് അവൽ വേണം, പിന്നെ ശർക്കര. ഇത് ഞാൻ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിരിക്കുന്ന ശർക്കരയാട്ടോ. അപ്പം ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉരുക്കി വെക്കും, എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. ആവശ്യത്തിന് ഇതുപോലെ ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ തോന്നുമ്പോൾ എടുത്ത് പുറത്ത് വയ്ക്കും. അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് പെട്ടെന്ന് കാര്യം കഴിയുമല്ലോ. പിന്നെ കുറച്ച് ഓട്സ് വേണം, പിന്നെ കുറച്ച് കപ്പലണ്ടി വേണം, തേങ്ങ വേണം, നെയ്യ് വേണം. അപ്പോൾ കപ്പലണ്ടിയും ഓട്സും ഒന്നും ഇതിൽ കമ്പൽസറി ആയിട്ടുള്ള സാധനങ്ങളല്ല. ബാക്കി സാധനങ്ങൾ വെച്ച് തന്നെ വേണമെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഇതിപ്പോൾ ഓട്സും കപ്പലണ്ടിയും ഉള്ളതുകൊണ്ട് അത് എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ ടേസ്റ്റാണ് സംഭവം കപ്പലണ്ടിയൊക്കെ ചേർക്കുമ്പോൾ. അപ്പോൾ ആദ്യം അടുപ്പ് കത്തിച്ചിട്ട് നമുക്കൊരു പാൻ ചൂടാക്കുക. ആ പാനിലേക്ക് നമുക്ക് അവലിട്ട് കൊടുക്കാം. അപ്പോൾ എത്രത്തോളം നമുക്ക് ലഡു ഉണ്ടാക്കണം അതിനനുസരിച്ചിട്ട് അവൽ എടുക്കുക. ഇപ്പം ഞാനൊരു 2 കപ്പ് സാധാ നമ്മൾ അവൽ നനക്കാനൊക്കെ എടുക്കുന്ന അവലില്ലേ, വെള്ളവലല്ലാത്ത അവൽ, അതാണ് എടുത്തിരിക്കുന്നത്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അവൽ റോസ്റ്റ് ആവുന്ന പാകമെന്ന് പറയുന്നത് നമ്മൾ കൈകൊണ്ട് തന്നെ പൊടിക്കുമ്പോൾ അത് പൊടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് പാകമെന്ന് പറയുന്നത്. ആ ഒരു സ്റ്റേജ് വരെ അവൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റായ അവലിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. സെയിം പാനിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓട്സും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്യാം. ഓട്സും ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് പൊടിച്ച് നോക്കുമ്പോൾ പൊടിയുന്നുണ്ടെങ്കിൽ അതാട്ടോ ഓട്സിൻ്റെയും പാകം. അപ്പോൾ അതും അങ്ങനെ തന്നെ ഈ അവലിലേക്ക് നമുക്ക് റോസ്റ്റ് ആയതിന് ശേഷം മാറ്റാം. ഇതെല്ലാം കൂടെ അവസാനം ഒരുമിച്ച് മിക്സിയുടെ ജാറിൽ ഗ്രൈൻഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവലും ഓട്സും കൂടെ ഒരുമിച്ച് വെച്ചെന്ന് വെച്ചൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ, റോസ്റ്റ് ആയതിന് ശേഷം. അപ്പോൾ ഇതേ ഞാൻ ഓട്സും അവലിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മെയിനായിട്ട് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ തേങ്ങേനെ ഒന്ന് റോസ്റ്റ് ചെയ്യലാണ്. പക്ഷേ തേങ്ങ റോസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ കളറിലേക്കൊന്നും നിറം മാറേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആ വെള്ളത്തിൻ്റെ അംശം അതിൽ നിന്നും പോയാൽ മതി. ആ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് മാറണം. ആ ഒരു പാകത്തിന് നമുക്ക് തേങ്ങയും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കാം. പിന്നെ കപ്പലണ്ടി എടുത്തത് കൊണ്ട് അതും ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കപ്പലണ്ടി ഇല്ലെങ്കിലും സാരമൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ അവലും ഓട്സൊക്കെ നന്നായിട്ട് പൊടിയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ പാകം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ആ ചൂടൊക്കെ ഒന്ന് മാറി, റോസ്റ്റ് ചെയ്ത ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അവലും ഓട്സും ചേർത്ത് കൊടുക്കുക. ഇതിൻ്റെ ഒപ്പം തന്നെ ആ തേങ്ങയും കൂടെ റോസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക. തുറന്നിട്ട് സ്പൂൺ വെച്ചൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പിന്നെ അടിച്ച് നമുക്ക് ആ പാകം അറിയാമല്ലോ, എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങളല്ലേ ഇതൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്ത മിക്സിലേക്ക് പിന്നെ അതേ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതും നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതേ നമ്മളുടെ മിക്സ് എല്ലാം പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ശർക്കരയാണ്. ശർക്കര ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ചിട്ട് ചേർക്കുക. കുട്ടികൾക്കാവുമ്പോൾ ഇത്തിരി മധുരം ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ശർക്കരയാണ്, പഞ്ചസാരയുടെ അത്രയും പ്രശ്നം വരുന്നില്ല ശർക്കരയാവുമ്പോൾ. പിന്നെ കുറച്ച് നെയ്യും കൂടെ ചേർക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ പരിപാടി. നമുക്ക് ആ അവൽ വറക്കുന്ന അല്ലെങ്കിൽ ഓട്സൊക്കെ വറുത്തെടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇത്തിരി ടൈം കൺസ്യൂമിങ് ആയിട്ട് തോന്നുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് കഴിയുന്ന പരിപാടികളാണ്. അപ്പോൾ അതേ നമ്മളുടെ മിക്സ് ഇവിടെ റെഡിയാണ്. ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഈ മിക്സിന് ഒരു ചെറിയ ചൂടുണ്ടാവും. ആ ചെറിയ ചൂടിൽ തന്നെ മാക്സിമം നമ്മൾ ഇത് ഉരുട്ടാൻ നോക്കുക കേട്ടോ. അതായത് നമുക്ക് എത്ര വലിപ്പത്തിലാണോ വേണ്ടത് ആ വലിപ്പത്തിലേക്ക് ഇതിനെ ഉണ്ട ഉരുട്ടി എടുക്കാൻ നോക്കുക. ആ ചൂട് പോയിട്ട് പിടിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടിയെന്ന് വരില്ല, പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ചെറിയ ചൂടിൽ തന്നെ ദേ ഇതുപോലെ ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ ഞാൻ ഉരുട്ടി ലഡു പോലെ ആക്കിയിട്ടുണ്ട്. ഇതാവുമ്പോൾ കുട്ടികൾക്ക് കയ്യിൽ പിടിച്ച് കഴിക്കാനും എളുപ്പത്തിനുള്ളൊരു സൈസാണ്. അപ്പോൾ ദേ അതുപോലെ ഉരുട്ടിയെടുത്ത അവൽ ലഡൂസാണ് കേട്ടോ ഇരിക്കുന്നത്. വളരെ ഹെൽത്തി ആൻഡ് ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും അവർക്ക് എപ്പോഴും കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്ന ജങ്ക് ഫുഡ്സിനേക്കാളും ഒരുപാട് ഗുണം ചെയ്യും ഇങ്ങനെയുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ്സ് കൊടുക്കുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.